ഒരു മനുഷ്യനറിയില്ല നിന്റെ ആ ഫോണുള്ളതെന്ന്. അതിന് ഫോൺ എന്റെ ഇല്ലല്ല. ഇന്നലെ നമ്മൾ എടുത്ത ഫോൺ ഞാൻ നിന്റെ തന്നില്ലേടാ. അതിന് ആശാൻ ആ ഫോൺ നമ്മൾ എടുത്തല്ലേ, മോഷ്ടിച്ചതല്ലേ. എടാ മോഷ്ടിച്ചൊക്കെ തന്നെയാ. എന്നാലും നമ്മൾ ആലങ്കാരികമായിട്ട് പറയണം മേടിച്ചാന്നൊക്കെ. എന്നാലേ നമുക്ക് വിറ്റ് 10 കാശ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ അത് കൊള്ളാം. അപ്പൊ ഫോൺ നിന്റെ കയ്യിൽ സേഫ് അല്ലേ? അത് ഞാൻ വീട്ടിൽ സേഫ് ആയിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കൊള്ളാം, നീ ഒരു മിടുക്കൻ തന്നെ. ചിലപ്പോ വന്ന് നിന്റെ ചോദിക്കും ഫോൺ ഉണ്ടോന്ന്. അപ്പൊ നീ എന്തോ പറയും? ഫോൺ ഒളിപ്പിച്ചിട്ടെന്ന് പറയും. ഡാ അങ്ങനെ പറയരുത്. എന്നാ പിന്നെ മോട്ടിച്ച ഫോൺ ഒളിപ്പിച്ചിട്ടെന്ന് പറയാം. ഡാ അങ്ങനെ പറഞ്ഞാൽ നീ കള്ളനാവത്തില്ലേ? കൂടെ ഞാനും കൊടുക്കത്തില്ലേ? ഓ എന്നാ ആശാൻ തന്ന ഫോൺ ഞാൻ ഒളിപ്പിച്ച് വെച്ചെന്ന് പറയാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നല്ല തൊലിഞ്ഞ ഐഡിയ. ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. ആ ഡാ ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടി അല്ലേടാ ഇന്നലെ ആ വീട്ടിൽ കയറി ആ പയ്യന്റെ നിക്കന്റെ അടിയിൽ നിന്ന് ആ ഫോൺ അടിച്ചു കൊണ്ടുവന്നത്. ഡാ ആ ഫോൺ ഞാൻ നിന്റെ തന്നില്ലേ? എന്നിട്ട് നീ ആ ഫോൺ സേഫ് ആയിട്ട് വീട്ടിൽ വെച്ചിട്ടില്ലേ? ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ. ചിലപ്പോ ആ കുപ്പിച്ചിന് ഷമീർ ഒന്ന് ചോദിക്കും ഫോൺ ഉണ്ടോന്ന്. നീ ഒരു അക്ഷരം മിണ്ടിയേക്കല്ലോ. ആശാനെ ഫോൺ എന്റെ ഇല്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചേക്കുമല്ലേ. പിന്നെ എന്തിനാ ഷമീർ എന്റെ അടുത്ത് ചോദിക്കുന്ന? നീ ഒരു കാര്യം ചെയ്യ്, ആ ഒളിപ്പിച്ച് ചെയ്യുന്ന ഫോൺ എടുത്തോണ്ടോ. ആശാനെ ഫോൺ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കുമല്ലേ. എടാ ത്രികോണ മൂക, നീ അല്ലേടാ ഫോൺ ഒളിപ്പിച്ചു വെച്ചത്. അപ്പൊ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് നീ ആ ഫോൺ എടുത്തോണ്ടോ. ഒളിപ്പിച്ച് വെച്ചേക്കുമല്ലേ, പിന്നെ ഞാനെങ്ങനെ എടുത്തോണ്ട് വരും? എന്റെ കാല കയറില്ല, ഈ കളിക്ക് ഞാനില്ല. ആശാനല്ല പറഞ്ഞ ഫോൺ ഒളിപ്പിച്ചേക്കാം. ഒളിപ്പിച്ച് വെച്ച ഫോൺ ഞാനിങ്ങനെ എടുത്തോണ്ട് വരാനാ. മണ്ടൻ ആശാൻ തന്നെ.